ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്താ പരിപാടി? ഇപ്പൊ ഞാൻ ഇന്നൊരു വൈറൽ മാംഗോ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. കുറെ കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇന്ന് വിചാരിച്ചതൊന്ന് ഉണ്ടാക്കി നോക്കാന്ന്. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഫുൾ ആയിട്ട് വേണം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ തൊലി ചെത്താം. നിങ്ങളുടെ നാട്ടില് മാംഗോ സീസൺ ഒക്കെ കഴിഞ്ഞോ ഗായ്സ്? കഴിഞ്ഞില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോ ഓൾറെഡി നാട്ടില് മാംഗോക്കൊക്കെ നല്ല വില കുറവാണല്ലേ. ഇവിടെ പിന്നെയും വിലയുണ്ട് ഗൈസ്. നാട്ടിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സബ്ജി മണ്ടിലൊക്കെ പോയാൽ കുറച്ച് റേറ്റ് കുറച്ച് കിട്ടുമെന്ന്. അല്ലാതെ നമ്മൾ എങ്ങനെ വാങ്ങിക്കുമ്പോൾ കിലോയ്ക്ക് 100, 150 കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്ര മധുരമുള്ള മാങ്ങയൊന്നുമല്ല ഗൈസ്. ഒരു ഓക്കെ മാങ്ങയാണ്. ഞാൻ ഹിസാറിലും ജാൻസിയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മാങ്ങ കിട്ടുമായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് അത്രയും ടേസ്റ്റുള്ള മാങ്ങ ഇതുവരെ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇതുപോലെ തോൽ ഫുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുന്തിരി വേണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി ഇല്ലെങ്കിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തോ. ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് പുളിയാണേ. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിന് പുളി വേണം. പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വറ്റൽ മുളകാണ്, കാശ്മീരി മുളകാണ്. നോർമൽ മുളകാണെങ്കിൽ അധികം ചേർക്കരുത്. ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കാം. ഇത് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കണേ. ഒരു പ്ലേറ്റ് എടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയെ, പിന്നെ വേണ്ടത് ഒരു ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ച സാധനം ഇല്ലേ, അതൊന്ന് അരച്ചെടുക്കാം. പുളിയുടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊരു ഫോർക്ക് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം. നെക്സ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കണേ. നമ്മുടെ മസാലയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിടിയിപ്പിച്ചെടുക്കരുത്. നമുക്ക് ഇതൊരു പൂ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ, എല്ലാ ഭാഗത്തും. ഞാനപ്പോൾ 4 സൈഡിലും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പ് ഭാഗത്തില്ലേ, അവിടെ ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ടേ. നമ്മൾ റെഡിയാക്കിയ മിക്സ് നമ്മുടെ മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ ഗൈസ്. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതും പിന്നെ മുളക് പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്തില്ലേ, അതും കൂടിയാണ് ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ ഇതിലേക്ക് സ്വല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാമേ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മാങ്ങയ്ക്ക് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ മധുരം ഇടാത്തത്. അപ്പോൾ നമ്മുടെ മാംഗോ ഇങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് മസാല പുരട്ടുന്നതിൽ ഞാൻ പുരട്ടി കൊടുക്കുകയാണ്. കണ്ടോ ഗായ്സ്, നമ്മുടെ മാങ്ങ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് എടുപ്പുണ്ടേ. വേണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. നമുക്കത് കഴിച്ചു നോക്കിയാലോ. ഉപ്പും മധുരവും എരിവും ഒരു രക്ഷയില്ല ഗായ്സ്. ചുമ്മാല വൈറലായിട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നിർത്താനേ തോന്നില്ല. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് ബൈ.